കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇതിപ്പോൾ അവിടുത്തെ ദൃക്സാക്ഷി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അമിതമായിട്ടുള്ള ഭാരവാഹനങ്ങളൊക്കെ രാത്രിയിലാണ് കൂടുതൽ സഞ്ചരിക്കുക. പക്ഷേ നിയമം മറന്നുള്ള ഗതാഗതമാണ് അവർ കൂടുതലും തുടർന്നു പോകുന്നത്. ഇതിപ്പോൾ ഈ ശബരിമല സീസൺ ആയതോടുകൂടി ഒരുപാട് ഈ തീർത്ഥാടക വാഹനങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഈ നിയമം മറന്ന് ഈ യാത്ര ചെയ്യുന്ന ഭാരവാഹന ഡ്രൈവർമാരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകാനോ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ കൂടി ഇല്ലാത്തതിന്റെ ഒരു നേർസാക്ഷ്യം കൂടിയാവുകയാണ് ഈ അപകടം. അങ്ങനെ തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? കാണാൻ അവിടെ സുരക്ഷാ ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ള പ്രദേശം തന്നെയാണ്. അവിടെ ലോറി ഡ്രൈവറിന്റെ ഒരു അശ്രദ്ധയാണ് അപകടകരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതുതായി എത്തിയ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സംഭവത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. 3:45 കൂടിയാണ് അപകടമുണ്ടായത്. ശബരിമലയിൽ നിന്ന് ദർശനം പൂർത്തിയാക്കി സേലത്തേക്ക് മടങ്ങുകയായിരുന്നു ഈ 28 പേർ സഞ്ചരിച്ചിരുന്ന ആ വാഹനം ഈ ആര്യങ്കാവ് പഴയ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെടുന്നു. ആ ലോറി നേരെ വന്ന് ആ ബസ്സിലേക്ക് ഇടിക്കുകയാണ്. അങ്ങനെയാണ് 28 പേർക്ക് പരിക്കേറ്റത്. 28 പേർക്ക് പരിക്കിൽ അത് 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. തമിഴ്നാട് സേലം സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മരണത്തിന് കീഴടങ്ങിയത്. ബാക്കി അതിൽ മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അപ്പം ഇവരെ ഈ പ്രദേശത്ത് ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അരിങ്കാവ് അതിർത്തിയിലൊക്കെ തന്നെ കടകള് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവിടുത്തെ കടകളിലുള്ള ഉദ്യോഗസ്ഥരൊപ്പം തന്നെ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ പോലീസ് ചെക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ RTO ചെക്ക് പോസ്റ്റിലും സെയിൽസ് ടാക്സിന്റെ ചെക്ക് പോസ്റ്റിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ഓടിയെത്തി. തൊള്ളൂരിൽ നിന്നടക്കം പോലീസ്, തെന്മലയിൽ നിന്നടക്കം പോലീസും ഒക്കെ തന്നെ എത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി. ഉടൻ തന്നെ ആ 28 പേരെയും നേരെ കുണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൂടുതൽ മരണത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് കാരണമായത്. ഈ ലോറി ഡ്രൈവർ സാധാരണ ഈ പ്രദേശങ്ങളിലൂടെ ഇറങ്ങി വാഹനം വരുന്ന സമയത്ത് ലോറി ഡ്രൈവർ സാധാരണ ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നോട്ടിലിട്ട് വാഹനം ഓടിക്കാവുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇക്കാര്യം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. എന്നാൽ സാധാരണ ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ വലിയ വേഗത്തിൽ പോകുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ പലപ്പോഴും ഈ സമീപത്തെ ഈ ആറിലത്തെ ഈ ഇരുമ്പ് റാഡുകളിൽ, അതായത് സുരക്ഷാ വേലികളിലൊക്കെ തന്നെ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും സാധാരണമാണ്. അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിലെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്ന് തന്നെയാണ്. ഒരാൾ മരിച്ചിരിക്കുന്നു. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മരണത്തിന് കീഴടങ്ങിയത്. എന്നിരുന്നാലും ഈ ലോറി ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വലിയ ഒരു അശ്രദ്ധയുണ്ടായിരിക്കുന്നു. ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാതയിലാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. ലോറിയുമായി കൂട്ടിയിടിച്ച് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ആറ്റിലേക്ക് മറിയുകയായിരുന്നു. ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കണ്ണൻ, ഈ പരിക്കേറ്റവരുടെ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് ആരെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടോ? ആ രീതിയിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ആശുപത്രിയിൽ നിന്ന്? അവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഉപയോഗി. കാര്യം രാത്രി കാലമാണ്, ഉറക്കമായിരുന്നു. ശബരിമല മലയിറങ്ങി വന്ന ഒരു ക്ഷീണത്തിലൊക്കെ തന്നെ ഈ ഭക്തന്മാരൊക്കെ തന്നെ ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ആ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒന്നും തന്നെ ഇല്ല. കാര്യം അവരുടെ അന്താളിപ്പിൽ നിൽക്കുകയാണ്. എന്താണ് തങ്ങൾക്ക് സംഭവിച്ചത്, സഞ്ചരിച്ച വാഹനത്തിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ചൊരു ഒരു അന്താളിപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അവരൊക്കെ തന്നെ കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ള വിവരം നൽകാൻ സാധിക്കുന്നില്ല. കാര്യം പലപ്പോഴും അവർക്ക് പറഞ്ഞുള്ള അറിവ് മാത്രമാണ്. അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവർക്ക് ഈ ജീവനക്കാരൊക്കെ തന്നെ സംഭവിച്ച കാര്യത്തെ കുറിച്ചുള്ള സൂചന നൽകിയപ്പോൾ തന്നെയാണ് അവർക്ക് എന്താണ് ഒരു അപകടം ഉണ്ടായത്. അതായത് 40-45 അടി ആഴമുള്ള ഒരു ആറാണ്. ആ ആറ്റിലേക്കാണ് വാഹനം മറിഞ്ഞത്. അതിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് എത്രത്തോളം ആഴമുള്ള ഒരു പ്രദേശമാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കുണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്. അവരെ ചില ആൾക്കാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ്. തമിഴ്നാട് സേലം സ്വദേശിയായിട്ടുള്ള ധനപാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്.